ഈ മജ്ലിസിൽ വെച്ച് നമ്മൾ ചൊല്ലിയ ഇസ്തിഗ്ഫാർ, തഹ്ലീൽ, സ്വലാത്ത് എല്ലാം അള്ളാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാം മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധ ഹദ്റത്തിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. നാം ഇവിടെ ചൊല്ലിയ സ്വലാത്ത്, അതുപോലെ മഹത്തായ ദിക്ർ എല്ലാം മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് ലഭിക്കാൻ കാരണമായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ വലിയുല്ലാഹിൽ മസ്ഹൂർ തങ്ങളുടെ കൊല്ലം തോറും നടത്തി വരുന്ന മഹത്തായ ഉറൂസ് എല്ലാ വർഷവും 2-3 ദിവസത്തെ വഅദ് പരിപാടി ഇവിടെ സംഘടിപ്പിക്കാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം കാലാവസ്ഥ അനുവദിക്കാത്തതുകൊണ്ട് ഒറ്റ ദിവസത്തെ പരിപാടിയായി നമ്മൾ ചുരുക്കിയിരിക്കുകയാണ്. അതിൻ്റെ ആദ്യ ഭാഗമായി മഖ്ബറയിൽ വച്ച് ബഹുമാനപ്പെട്ട പുണിച്ച ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ കൂട്ടുസിയാറത്ത് നടന്നു കഴിഞ്ഞു. അള്ളാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. രണ്ടാമത് എല്ലാ സമയത്ത് നമ്മളിവിടെ ചൊല്ലി വരുന്ന ആ സ്വലാത്തു മജ്ലിസും ചുരുങ്ങിയ നിനക്ക് നമ്മൾ ചൊല്ലി തീർത്തു. ഇതിന് മഗ്‌രിബിന് മുമ്പായി നമ്മുടെ ഉസ്താദുമാരുടെ ചുരുങ്ങിയ പ്രഭാഷണങ്ങളെല്ലാം ഇവിടെ നടക്കാനുണ്ട്. രാത്രി മഗ്‌രിബിൻ്റെ ശേഷം ബഹുമാനപ്പെട്ട ഹദ്ദാദ് തങ്ങൾ ഇവിടെ വരാനുണ്ട്. മുപ്പത് ദുആവും ഉപദേശവും എല്ലാം ഉണ്ട്. കൂടെ ബഹുമാനപ്പെട്ട അബ്ദുൾ റഷീദ് ദൈനി ഉസ്താദ്, നൗഫൽ സഖാഫി ഉസ്താദ്, ഇവരുടെ എല്ലാം പ്രഭാഷണങ്ങൾ ഇവിടെ നടക്കാറുണ്ട്. അവസാനമായി മഹാനായ വലിയുള്ളാഹി തങ്ങളുടെ പേരിൽ തബറുക്ക് വിതരണവും ഇവിടെ നടക്കാറുണ്ട്. എല്ലാം നമ്മൾ കരുതിയതിനേക്കാൾ റാഹത്തോടെ ഖബൂലിയത്തോടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ച് തരട്ടെ. കാലാവസ്ഥ ഒരൽപ്പം അള്ളാഹു നമുക്ക് അനുകൂലമാക്കി തരട്ടെ ഇൻഷാ അല്ലാഹ്. ഏതായിരുന്നാലും സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓർമ്മപ്പെടുത്തിയ ഒരു ആയത്ത് ഇവിടെ ആദ്യമായി ഞാൻ ഓതിയല്ലോ. ആ ആയത്തിൻ്റെ ഒരു ലാഹിറർത്ഥം, അതും എൻ്റെ സ്വന്തം ശൈലിയിലുള്ള അർത്ഥമല്ല ഞാൻ പറയാൻ കരുതുന്നത്. ഉള്ളാളം ഖുത്ബുസ്സമാൻ സയ്യിദ് മുഹമ്മദ് ബിൻ ഷരീഫുൽ മദനി തങ്ങളുടെ ഉറൂസ് പടുത്തു കഴിഞ്ഞ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഉള്ളാളത്തെ ഉറൂസിൽ വെച്ച് മഹാനായ റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദ് ഈ ആയത്ത് ഓതി അർത്ഥം വെച്ച മൂപ്പരുടെ ആ ഒരു ശൈലി എൻ്റെ ഓർമ്മയിൽ വന്നു. അപ്പോൾ മൂപ്പരുടെ അർത്ഥം വെച്ച ആ ശൈലി ഒന്ന് നിങ്ങൾക്ക് അർത്ഥം വെച്ച് നിങ്ങളെ കേൾപ്പിക്കുന്ന മൂപ്പരെ ഒന്ന് നമുക്ക് അനുസ്മരിക്കാനുമായി, അതുപോലെയുള്ള മഹാന്മാരുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് നമ്മളെ ദുനിയാവും ആഖിറവും എല്ലാം അല്ലാഹു സലാമത്തിലാക്കി തരട്ടെ. പാനമംഗളൂരിൽ എൻ്റെ ഒരു സാടുപുളിയ അബ്ദുറഹ്മാൻ മദനി, പഴയ മദനിയാണ്. ഇപ്പോൾ തലക്ക് സർജറി നടന്നിട്ട് 30 വർഷം സീരിയസിലാണ്. അല്ലാഹുവേ മഹാന്മാരുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് പരിപൂർണമായ ആഫിയത്തും ശിഫയും ദീർഘായുസ്സും കൊണ്ട് അദ്ദേഹത്തെ നീ അനുഗ്രഹിക്കണേ അല്ലാ, നീ അനുഗ്രഹിക്കണേ അല്ലാ. അതുപോലെ ഇവിടെ വന്നപ്പോൾ നമ്മുടെ ഹാജിയാർ ഷാക്കിർ ഹാജിയാർ, നമ്മൾക്കെല്ലാവർക്കും ഏറ്റവും വേണ്ടപ്പെട്ട ഹാജിയാറായിരുന്നു നമ്മുടെ കാണാജ ഉസ്മാൻ ഹാജി. സുന്നത്ത് ജമാഅത്തിന് സ്ഥാപനങ്ങൾക്കെല്ലാം വലിയ ഒരു നെടുന്തൂണായി ദീർഘകാലം പ്രവർത്തിച്ച ആളാണ്. അദ്ദേഹത്തിൻ്റെ ആഖിറം അല്ലാഹു വെളിച്ചമാക്കുമാറാകട്ടെ. മൂപ്പരുടെ ഒരു പുതിയാപ്പിള ഷേജിയിരിക്കുന്ന ഷാക്കിർ ഹാജിയാരുടെ അളിയൻ വലിയ ഒരു സീരിയസുമായി മംഗലാപുരം ഹോസ്പിറ്റലിൽ 25 ദിവസമായി. അല്ലാഹുവേ നിൻ്റെ മഹാന്മാരുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട്, ഈ മജ്ലിസിൻ്റെ ഹുർമത്ത് കൊണ്ട്, പ്രത്യേകിച്ച് മഹാനവരുകളുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് മൂപ്പരുടെ എല്ലാ രോഗവും പരിപൂർണമായും നീ ശിഫയാക്കണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് കൊണ്ട് നീ അനുഗ്രഹിക്കണേ അല്ലാ.
അതുപോലെ രോഗികളായി ആരെല്ലാം നമ്മുടെ കൂട്ടത്തിലുണ്ടോ, നമ്മുടെ കുടുംബത്തിലുണ്ടോ, നമ്മുടെ മഹല്ലത്തിലുണ്ടോ, നമ്മുടെ നാട്ടിലുണ്ടോ, നമ്മോട് ബന്ധപ്പെട്ടവരിലുണ്ടോ, എല്ലാവരുടെയും എല്ലാ വക രോഗങ്ങളും പരിപൂർണമായും നീ ശിഫിയാക്കണേ അല്ലാഹ്. വലിയുള്ളാഹി തങ്ങളുടെ ദർജ നീ ഉയർത്തണേ അല്ലാഹ്. ഇവിടെ ഈ നിലക്കുള്ള ഒരു അഭിവൃദ്ധിക്ക് വേണ്ടി ദീർഘകാലം പ്രവർത്തിച്ച വലിയുള്ളാഹി തങ്ങളുടെ അടുത്ത് തന്നെ മറപ്പെട്ടു കിടക്കുന്ന ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ശൈഖുന മർഹൂം PMK ഉസ്താദ്, അദ്ദേഹത്തിൻ്റെ ആഖിറം നീ വെളിച്ചമാക്കണേ അല്ലാഹ്. അദ്ദേഹത്തിൻ്റെ പരലോക ജീവിതം നീ സന്തോഷത്തിലാക്കണേ അല്ലാഹ്. അപ്പോൾ കള്ളിയത്ത് ഉസ്താദ് ഓതിയ ആയത്തിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പിന്നെ ഇന്നല്ലാഹു മലായികത്തുഹു എന്ന ഈ സ്വലാത്ത് സംബന്ധമായ ആയത്തിന് മുമ്പ് അർത്ഥം വെച്ച ഒരു ശൈലി, അർത്ഥം എല്ലാവരും വെക്കുന്നുണ്ട്. പക്ഷെ പഴയ മഹാന്മാർ അർത്ഥം വെക്കുന്ന ഒരു ശൈലിക്ക് അതൊരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് ആ പഴയ മഹാന്മാരെ ഓർക്കാൻ വേണ്ടിയാണ് ഇത് ഞാൻ ഈ മജ്‌ലിസിൽ നിങ്ങളെ കേൾപ്പിക്കാൻ ഉദ്ദേശിച്ചത്. മഹാനവരുകൾ അത് ആയത്ത് ഓതുന്നു. ഇന്നല്ലാഹ, എല്ലാവരും ശ്രദ്ധിക്കണം, ഇത് ഞാൻ വെച്ച അർത്ഥമല്ല, ശൈഖുന കണ്ണിയത്ത് ഉസ്താദ് വെച്ച അർത്ഥ. ആ അർത്ഥത്തെ ഹിക്കായത്തായിട്ട് നിങ്ങൾക്ക് ഞാൻ കേൾപ്പിക്കുന്നു. ഒരക്ഷരം എൻ്റെ വക കൂട്ടാനുമില്ല ചേർക്കാനുമില്ല. ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു, വ മലായികത്തഹു, അവൻ്റെ മലക്കുകൾ, യുസല്ലൂന അലൻ നബിയ്യി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുകയാണ്. ഇത്ര പറഞ്ഞിട്ട് മഹാനവരുകൾ ആയിരക്കണക്കായ സദസ്സിനോട് സ്വന്തം വക ഒരു ചോദ്യം. അപ്പോൾ ഞമ്മളോ സദസ്സിനോട് ഇങ്ങനെ ചോദ്യം ചോദിച്ചിട്ട് അതാ അല്ലാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ, മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ നിങ്ങളും സ്വലാത്തും സലാമും ചൊല്ലണം. ഇതായിരുന്നു, ഈ ശൈലിയിലായിരുന്നു മഹാനവരുകൾ വർഷങ്ങൾക്ക് മുമ്പ് ഈ ആയത്തിന് ഉള്ളാളത്ത ഉളൂസിൻ്റെ ശൈലിയിൽ അർത്ഥം വെച്ചത്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ, അത്തരം മഹാന്മാരുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട്, അല്ലാഹ് ഇൽമു കൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അവരെ ഇൽമിൻ്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ ഹിദായത്തിലാക്കണേ അല്ലാഹ്. ഞങ്ങളെ നേർവഴിയിലാക്കണേ അല്ലാഹ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, പരിശുദ്ധ ഖുർആനിൽ 114 സൂറത്തുകൾ പരിശോധിച്ചു നോക്കിയാൽ ആദ്യമായി അല്ലാഹു നിർവഹിക്കുകയും രണ്ടാമതായി മലായിക്കത്തിനെ കൊണ്ട് നിർവഹിപ്പിക്കുകയും ചെയ്തതിൻ്റെ ശേഷം മുഅ്മിനീങ്ങളായ മുഅ്മിനാത്തുകളായ നമ്മളോട് ചെയ്യാൻ അല്ലാഹു ആവശ്യപ്പെട്ട ഒരു പുണ്യകർമ്മം ഉണ്ടെങ്കിൽ അത് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് മാത്രമാണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കിയാൽ സ്വലാത്തിൻ്റെ മഹത്വം പിന്നെ കൂടുതൽ വിവരിക്കേണ്ട ഒരു ആവശ്യവുമില്ല. അതുകൊണ്ട് ആ സ്വലാത്ത് കഴിവിൻ്റെ പരമാവധി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വർദ്ധിപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഞങ്ങളുടെ ദോഷങ്ങൾ നീ പൊറുക്കണേ അല്ലാഹ്. ഞങ്ങളെ ഖൽബ് നീ ശുദ്ധിയാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ രോഗങ്ങൾ നീ ശുദ്ധിയാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ വിഷമങ്ങൾ നീ തീർക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ നീ തീർക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഖൈറായ ഉദ്ദേശങ്ങളെല്ലാം നീ ഹസിലാക്കി തരണേ അല്ലാഹ്. വലിയുള്ളാഹി തങ്ങളുടെ ഉറൂസിന് വേണ്ടി അധ്വാനിക്കുകയും സഹായിക്കുകയും സഹകരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും അർഹമായ പ്രതിഫലം നീ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഈ വിഷയത്തിലും എല്ലാ നല്ല വിഷയത്തിലും മുമ്പന്തിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ ഗൗസിയ യൂസുഫിനിക്ക് അല്ലാഹുവേ ആഫിയത്തും ദീർഘായുസ്സും നീ കൊടുക്കണേ അല്ലാഹ്.
ആഫിയത്തും ദീർഘായുസ്സും നീ കൊടുക്കണേ അല്ലാ. ചെയ്യുന്ന ഏർപ്പാടുകളെല്ലാം നീ ബറക്കത്തിലാക്കണേ അല്ലാ. അല്ലാഹുവേ, ആഫിയത്തുള്ള ദീർഘായുസ് നൽകി ഞങ്ങളുടെ എല്ലാവരുടെയും ആഖിബത്ത് നീ നന്നാക്കി തരണേ അല്ലാ. നീ നന്നാക്കി തരണേ അല്ലാ. നീ നന്നാക്കി തരണേ അല്ലാ. ശരീരമുള്ള പുണിച്ച ഉസ്താദ്, പയ്യന്തൽക്ക ഉസ്താദ് അടക്കമുള്ള എല്ലാ ഉസ്താദുമാർക്കും എല്ലാ നേതാക്കൾക്കും മഗ്‌രിബിന്റെ ശേഷം വരാൻ പോകുന്ന സയ്യിദവറുകൾക്കും മറ്റുള്ള ഉസ്താദുമാർക്കും എല്ലാവർക്കും നീ ആഫിയത്ത് നൽകണേ അല്ലാ. നീ ആഫിയത്ത് നൽകണേ അല്ലാ. ഇവിടെ ഓൺലൈനിൻ്റെ നേതൃത്വമായ നമ്മുടെ ഉസ്താദ് എൻ്റെ കുടുംബക്കാരനും കൂടിയാണ്. അല്ലാഹുവേ, മുമ്പേയും നീ ഖൈറിലാക്കണേ അല്ലാ. നീ ബറക്കത്തിലാക്കണേ അല്ലാ. ഞങ്ങളുടെ എല്ലാവരുടെയും ആഖിബത്ത് നീ നന്നാക്കി തരണേ അല്ലാ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.